കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദര സഹോദരിമാർക്കും ദൈവം നൽകിയതായ ഈ നല്ല വേളയിലെ നല്ല പ്രഭാതത്തിൽ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ ദൈവം സാവകാശം നൽകിയിരിക്കുവാണ്. അതിനാൽ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിപ്പാൻ ദൈവം കൃപ നൽകിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ്. 2024 അവസാന ദിനങ്ങളിലേക്ക് ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ 2024 നമ്മെ വിട്ടുപോകും. നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഈ ദിനങ്ങൾ ഏറ്റവും ഒരു അനുഗ്രഹപ്രദമായി നമ്മുടെ ജീവിതത്തിൽ തീരണമെങ്കിൽ നമുക്ക് ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കേണ്ടതായ ഒരു അവസരമാണ്. നമുക്ക് എത്രമാത്രം ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാൻ നമുക്ക് സാധിച്ചു പോയ ഒരു വർഷക്കാലത്തിനുള്ളിൽ ഏകദേശം 364 ആഴ്ച, 64ാമത്തെ ആഴ്ചയാണ്, അല്ല 51ാമത്തെ ആഴ്ച, 52 ആഴ്ചയിൽ 51 ആഴ്ച നാം കടന്നു വന്നിരിക്കുകയാണ് കർത്താവിനെ ആരാധിപ്പാൻ. നമ്മുടെ മാനുഷിക ജീവിതത്തിൽ എത്രമാത്രം കർത്താവിനെ ആരാധിപ്പാൻ, ദൈവത്തെ പുകഴ്ത്തുവാൻ, ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിപ്പാൻ നമുക്ക് സാധിച്ചു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കും. വിവിധ ഭവനങ്ങളിലായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് വിവിധ ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളുടെയും വഴിയിൽ നിന്ന് ഇവിടേക്ക് തന്നെ കടന്നു വരുവാനിടയായി. ഇങ്ങോട്ട് പോരെ, ആ ചേച്ചി ഇവിടെ വന്ന് ഇവിടെ ഇരുന്നോ, ഇങ്ങോട്ട് പോരെ, ഇവിടെ ഇവിടെ അവിടെ നമ്മുടെ മാനുഷിക ജീവിതത്തിൽ നമുക്ക് ദൈവം നൽകുന്നതായ നന്മകൾ, അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും സ്തുതിപ്പാൻ, ദൈവിക കൃപകൾ ആസ്വദിപ്പാൻ തക്കോണം ദൈവം നമുക്ക് സാവകാശം നൽകി. ഓരോ ദിവസവും കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഭൗമികമായുള്ള നന്മകളും അനുഗ്രഹങ്ങളും അതേപോലെ തന്നെ സകലവിധ നന്മകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയാണ്. ക്രിസ്തുയേശുവിൽ എഫെസ് ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ക്രിസ്തുയേശുള്ള സകല ആത്മീയവും ഭൗമികമായുള്ള നന്മകളാൽ ദൈവം നമ്മെ അനുഗ്രഹിച്ച് ഇവിടെ ആക്കിയിരിക്കുന്നത് ദൈവത്തിന് വേണ്ടി വിശ്വസ്തരായിട്ട് ജീവിച്ച് സ്വർഗരാജ്യത്തിൻ്റെ ഓഹരിക്കാരായി തീരുവാൻ തക്കണമാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്, അതുകൊണ്ടിപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു. ഒരു ലോ ഓഫ് ലിബർട്ടി എന്നുള്ളതായ തത്വമാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യം ദൈവം കൊടുത്തിരിക്കുന്നു. കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കും. ക്രിസ്തുയേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ ശിക്ഷാവിധിയില്ലാത്തതായ ഒരു ജീവിതത്തിലേക്ക് ദൈവം നമ്മെ പ്രൊമോട്ട് ചെയ്തിരിക്കുക. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ദൈവത്തിൻ്റെ പൈതങ്ങൾ, ദൈവമക്കളാണ്. ഈ ദൈവമക്കളാകുന്ന നമുക്ക് ദൈവാനുഗ്രഹം പ്രാപിച്ച് സ്വർഗത്തിന് യോഗ്യതയുള്ളവരായിരിക്കണം. നമ്മൾ പലപ്പോഴും ഇന്ത്യയിൽ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഒരു വലിയ രാമരാജ സാമ്രാജ്യമാണ്. അതിൽ വളരെ തുച്ഛമായിട്ട് ആൾക്കാരും മാത്രമേ കർത്താവിൻ്റെ മക്കളുള്ളൂ. പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുന്നു, രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി കർത്താവ് സഭയോട് ചേർക്കുക. ഇന്ന് സഭ മുഖാന്തരം, കർത്താവിൻ്റെ സഭ മുഖാന്തരമല്ലാതെ ആർക്കും രക്ഷ പ്രാപിപ്പാൻ സാധ്യമല്ല. കർത്താവ് പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. ദൈവത്തിൻ്റെ വഴിയിൽ കൂടെ പോയാൽ മാത്രമേയോ, കർത്താവിൻ്റെ വഴിയിൽ കൂടെ പോയാൽ മാത്രമേയോ രക്ഷ പ്രാപിക്കാൻ സാധിക്കും. നോഹയോട് പറഞ്ഞു, ഞാനൊരു വാതിൽ വയ്ക്കുന്നു, ആ വാതിലിലേക്ക് നീ കൂടെ പ്രവേശിച്ചാൽ പ്രളയത്തിൽ നിന്ന് വെള്ളപ്പൊക്കത്തിൽ നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കും.
കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. വഴിയും സത്യവും ജീവനുമാകുന്ന കർത്താവിൽ കൂടെ മാത്രമേ നമുക്ക് രക്ഷ പ്രാപിപ്പാൻ സാധിക്കൂ. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നു, ക്രിസ്തു യേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. ധാരാളം വഴികൾ നാട്ടിലുണ്ട്. നമ്മൾ ഈ വഴിയോട് തമ്മിൽ പോവുകയാണെങ്കിൽ ഇതിലേ പോയാലും വഴി, അതിലേ പോയാലും വഴി, ഓരോ വീടിൻ്റെയും 4 ഭാഗത്തൂടെയും വഴിയുണ്ട്. ആ വഴിയിൽ കൂടെ പോയാൽ, എല്ലാ വഴിയിൽ കൂടെ പോയാലും നമുക്ക് എത്താൻ പറ്റില്ല. നമ്മുടെ വീട്ടിൽ പോകണമെങ്കിൽ നമ്മുടെ വീടിൻ്റെ അതിലെയുള്ള വഴിയെ പോയാൽ മാത്രമേ നമുക്ക് എത്താൻ സാധിക്കൂ. ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തണമെങ്കിൽ ദൈവിക വഴി പ്രമാണിച്ച് അവൻ്റെ കൽപ്പനകൾ അനുദിനം അനുസരിക്കുന്നു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും നിങ്ങൾ പ്രമാണിച്ചാൽ ദൈവത്തിൻ്റെ രാജ്യത്ത് ദൈവത്തിൻ്റെ സന്നിധിയിലെത്താൻ സാധിക്കും. നാം മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ മാർഗത്തിൽ എത്തണമെങ്കിൽ എളുപ്പമുള്ള കാര്യമല്ല. വളരെ കഷ്ടപ്പെട്ടാൽ മാത്രമേ കർത്താവിൻ്റെ സന്നിധിയിലെത്താൻ സാധിക്കൂ. ദൈവത്തെ ആരാധിക്കാൻ സാധിക്കും. ദൈവിക മാർഗത്തിൽ കൂടെ സഞ്ചരിക്കാൻ സാധിക്കും. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കഷ്ടവും പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ നമുക്ക് ധാരാളമുണ്ട്. അതിനെ അതിജീവിക്കണമെങ്കിൽ യഥാർത്ഥ പാതയിൽ കൂടെ ക്രിസ്തു എന്ന പാതയിൽ കൂടെ കടന്നു പോകണം. സഭ എന്ന മാർഗത്തിൽ കൂടെ കടന്നു വന്നാൽ മാത്രമേ നിത്യതയിൽ പ്രവേശിക്കാൻ സാധിക്കൂ. ഒരു പക്ഷേ സുവിശേഷം കേട്ട് കാണും, ധനികനായ മനുഷ്യൻ, ലാസർ പിച്ചക്കാരനാകുന്നു. 2 പേരും സുവിശേഷം കേട്ട് കാണാം. പക്ഷേ ശരിയായുള്ള മാർഗം ലാസർ തിരഞ്ഞെടുത്തു. അവർ ദൈവത്തിൻ്റെ സന്നിധിയിലെത്തി. അതേ സമയത്ത് മറ്റേ ഇവൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വഴി അവനെ എത്തുവാൻ സാധിച്ചില്ല. ധനികനായ വ്യക്തി. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വഴി, സ്വർഗത്തിലേക്കുള്ള വഴി, പുത്രനാകുന്ന ക്രിസ്തു മുഖാന്തരം മാത്രമേ നമുക്ക് വരാൻ സാധിക്കൂ. 23-ൽ 24-ൽ നമ്മൾ കടന്നു വന്നിരിക്കുന്നു. ഞാൻ എത്രമാത്രം ദൈവീയ മാർഗത്തിൽ കൂടെ, കർത്താവിൻ്റെ മാർഗത്തിൽ കൂടെ ജീവിച്ചു. ക്രിസ്തു യേശുവിനോടൊക്കെ ശിക്ഷാവിധിയില്ല. ബാക്കി ആരെവിടെ ജീവിച്ചാലും കണ്ടംറ്റുകൊടുത്ത നിത്യ നരകത്തിന്, നിത്യനാശത്തിനും. എനിക്ക് എത്രമാത്രം കർത്താവിനെ സേവിച്ചിരിക്കാൻ സാധിക്കും. നമ്മൾ പലപ്പോഴും പറയും, കർത്താവിനെ ആരാധിക്കാൻ എനിക്ക് വരാൻ പറ്റിയില്ല. വിശുദ്ധ ദിവസം ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം കാണിച്ച മാതൃകയാണ്. പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുന്നു, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അവർ അപ്പം നുറുക്കുവാൻ കൂടി വന്നു, പ്രാർത്ഥന കഴിച്ചു, കൂട്ടായ്മ ആചരിച്ചു. ദൈവ താഴോട്ടുള്ള ഭാഗത്തിൽ പറയുന്നു, കർത്താവിന് കൊടുക്കേണ്ടത് കൊടുത്തു. ഇതാണ് പുതിയ നിയമസഭയുടെ 5 മാർഗങ്ങൾ. നിനക്ക് രക്ഷിക്കപ്പെടാൻ 5 മാർഗമുണ്ടെങ്കിൽ സഭയിൽ പ്രവർത്തിക്കേണ്ട 5 മാർഗങ്ങൾ നിനക്ക് തരുവാണ്. ഇരിക്കുന്ന സമയത്ത് നാം ചിന്തിക്കുക, ഞാൻ എത്രമാത്രം യോഗ്യതയുള്ളവനാണ്, എത്രമാത്രം യോഗ്യതയുള്ളവനാണ്. ഈ ഭൂമിയിൽ നമുക്ക് താൽക്കാലികമാണ് നമ്മുടെ ജീവിതം. ഏറെ ആയാൽ 80. ഞാൻ ഇന്നലെയൊക്കെ പറയുകയുണ്ടായി, അപകടത്താൽ ജനങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുക. ചെറുപ്പക്കാർ, പിള്ളേർ, ആൺകുട്ടികളും പെൺകുട്ടികളും, ടൂറ് പോകുന്ന പിള്ളേർ ഡാമിലെ വെള്ളത്തിൽ വീഴുന്നു, കുന്നുപ്രദേശത്തു നിന്ന് വീഴുന്നു, വാഹനത്തിന് ഇരയാകുന്നു. വിവിധ തരത്തിൽ. ഇന്നലെ ഒരാളെന്നോട് പറഞ്ഞു, ഒരു എഞ്ചിനീയറിംഗ് പയ്യൻ തൂങ്ങിച്ചെത്തു. ചെറുപ്പക്കാരൻ. എനിക്ക് നിങ്ങൾക്കും അതിൽ പുത്തരിയായിരിക്കും, എന്തിനാണ് മിടുക്കനായ എഞ്ചിനീയറിംഗ് പയ്യൻ എന്തിനാ തൂങ്ങിച്ചാകുന്നത്? അവൻ്റെ സ്ട്രെസ് നിമിത്തം, അവൻ്റെ കടുപ്പം, ജീവിതത്തിൻ്റെ കടുപ്പം നിമിത്തം അവൻ ജീവിക്കാൻ സാധിക്കുന്നില്ല. കാരണം അവൻ മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റുള്ളവരുമായുള്ള ഭീഷണിയിലുമൊക്കെ അവൻ ജീവിക്കാൻ വഴിയില്ലാതെ നമ്മൾ തൂങ്ങിച്ചു. ഒരു വ്യക്തി തൂങ്ങിച്ചത്താൽ, അല്ലെങ്കിൽ വിഷം കുടിച്ച് മരിച്ചാൽ, അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ളതായ മരണം വന്നാൽ അവന് നിത്യതയിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. ആത്മാവിനെ നശിപ്പിക്കുന്നവന്
സാധ്യമല്ല. ഒരു വ്യക്തി കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നില്ല എങ്കിൽ അത് തന്നെ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും തെറ്റായുള്ള വശമാണ്. സ്വർഗത്തിന് പോകാൻ സാധ്യമല്ല. ഒരു വ്യക്തി ആത്മഹത്യ ചെയ്താൽ അവന് സ്വർഗത്തിന് പോകാൻ സാധ്യമല്ല. ദൈവിക ദർശനത്തോടുകൂടെ യേശു തന്നെ ദൈവത്തിൻ്റെ പുത്രനാകുന്നു, നിന്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, ആ കർത്താവിനെ ഓർക്കുവാനാണ് അവൻ്റെ മേശ ഇവിടെ വെച്ചിരിക്കുന്നത്. എനിക്ക് വേണ്ടി മരിച്ച കർത്താവിനെ എനിക്ക് ഓർക്കണം. അവൻ മുഖാന്തരം മാത്രമേ നമുക്ക് രക്ഷ കിട്ടൂ. ഈ 2024 നമ്മുടെ ഇടയിൽ ആരെങ്കിലും യേശു കർത്താവിനെ രക്ഷകനായിട്ട് അംഗീകരിച്ചിട്ടില്ല എങ്കിൽ, അവൻ്റെ കൽപ്പന പാപമോചനത്തിന് വേണ്ടി സ്നാനപ്പെട്ടിട്ടില്ല എങ്കിൽ, അവൻ്റെ സന്നിധിയിൽ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം കൂടി വരുന്നില്ല എങ്കിൽ, അവന് സ്വർഗരാജ്യത്തിന് ഓഹരിക്കായി തീരുവാൻ, നിത്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. കല്യാണ വസ്ത്രം ധരിക്കാതെ ഒത്തിരി ആൾക്കാർ കല്യാണ പന്തലിൽ കയറി പോകാറുണ്ട്. കല്യാണ വസ്ത്രം ധരിച്ചില്ല എങ്കിൽ, കല്യാണത്തിന് അവൻ ഒരുങ്ങി, കുഞ്ഞാട്ടിൻ്റെ കല്യാണത്തിന് ഒരുങ്ങിയില്ല എങ്കിൽ കുഞ്ഞാട്ടിൻ്റെ കല്യാണത്തിന് അവന് പങ്കില്ല. കർത്താവിൻ്റെ രാജ്യത്തിൽ കർത്താവിനോടുകൂടെ ബന്ധമില്ല എങ്കിൽ പലപ്പോഴും കള്ളനും കവർച്ചക്കാരനും ആ പന്തലിൽ കയറി വരാം. പക്ഷേ അവന് ഓഹരി കിട്ടില്ല, സ്വർഗരാജ്യത്തിന് പങ്കാളിയായി തീരാൻ സാധ്യമല്ല. അവനെ പിടിച്ച് ദണ്ഡനത്തിന് വേണ്ടി, ശിക്ഷയ്ക്ക് വേണ്ടി പന്തലിന് പുറകിൽ തള്ളിക്കളയുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആരും കർത്താവിനെ രക്ഷകനായിട്ട് അംഗീകരിക്കാതെ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തനായിട്ട് ജീവിക്കുന്നില്ല എങ്കിൽ, കർത്താവിൻ്റെ മരണമടക്കം പുനരുത്ഥാനത്തിൽ പങ്കാളികളാകുന്നില്ല എങ്കിൽ, നമുക്ക് ദൈവസഭയിൽ നമുക്കിരിക്കുവാനോ കർത്താവുമായുള്ള ബന്ധത്തിൽ വളരുവാനോ സാധ്യമല്ല. ഈ ഭൂമിയിൽ കർത്താവിനെ അംഗീകരിക്കാത്തവനും സ്വത്തും മുതലും ഉണ്ടാകുന്നു, വിദ്യാഭ്യാസം ഉണ്ടാകുന്നു, മിടുമിടുക്കന്മാരായിരിക്കും. പക്ഷേ കർത്താവിനെ യഹോവ ഭക്തിയോടുകൂടെ അല്പധനമുള്ളത് ഏറ്റവും അത്യുത്തമം, ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ദൈവഭക്തിയോടുകൂടെ ജീവിക്കുന്ന വ്യക്തികൾക്ക് സ്വർഗീയമായിട്ടുള്ള ഭൗമ്യമായുള്ള സകലവിധ നന്മകളാലും ദൈവം അനുഗ്രഹിക്കും. 25 നാം പ്രവേശിക്കുമ്പോൾ ഒരു പുതിയ തീരുമാനത്തോടു കൂടി നാം പ്രവേശിക്കാം. 24 കുറവുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ കർത്താവിൻ്റെ മേശയിലേക്ക് നമുക്ക് കടന്നു വരാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇപ്പം ഒരു പാട്ട് പാടുന്നതായിരിക്കും. അതിനുശേഷം സഹോദരൻ റോയി മസ്കറ്റിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ട്. റോയി അല്പസമയം ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മളോട് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ചില മാസങ്ങൾക്ക് ശേഷം, ഒരു 6 മാസമായെന്ന് തോന്നുന്നു, പ്രിയ മക്കളോട് ഒത്തൊരുമിച്ച് ആയിരിക്കാൻ ദൈവം എനിക്കിടയാക്കി. ഫേബയ്ക്കും ഞാനും മോനും 6 മാസത്തിന് മുമ്പേ വന്നു. ഫേബ 1 വർഷമായി വന്നിട്ട്. ഞങ്ങൾ ആയിരുന്ന സ്ഥാനത്തെല്ലാം ദൈവം ഞങ്ങളെ പരിപാലിച്ചു. ജീവനും ഭക്തിക്കും ആവശ്യമായതെല്ലാം ദൈവം ഞങ്ങൾക്ക് നൽകി. വീണ്ടും കടന്നു വന്ന പ്രിയ മക്കളെ കാണുവാൻ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ എല്ലാവരുമായിട്ട് ഒരു പ്രാവശ്യം കൂടെ ആരാധനയിൽ പങ്കുചേരുവാൻ ദൈവം നൽകിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നലെ മുതൽ ഒരു ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. ചുമയുടെയും ഒരു അസ്വസ്ഥയൊക്കെ ഉണ്ട്. ഉപ്പുവെള്ളമൊക്കെ പിടിച്ചിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. ആകെ 2 ദിവസമേ 3 ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും അല്പസമയം കിട്ടിയ സമയം ദൈവവചനത്തിൽ നിന്ന് നമുക്ക് അല്പമായി ചിന്തിക്കാം. ആരും ഉറങ്ങല്ല കേട്ടോ, എല്ലാവരും ശ്രദ്ധിക്കണം, വചനം ശ്രദ്ധിക്കണം. വചനത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചിരിക്കണം. ഉറങ്ങുന്നേരം ഉണ്ടെങ്കിൽ ഞാൻ പേര് വിളിക്കും കേട്ടോ. എല്ലാവരുടെയും പേര് എനിക്കറിയാം. 1-2 പേരേ ഉള്ളൂ അറിയാൻ പറ്റവർ, ബാക്കി എല്ലാവരും അറിയാം. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ചില വാക്യങ്ങളൊന്ന് വായിച്ച് സപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ട് ആദ്യമായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അരച്ചു.
അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവൻ ഒക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാവുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. ഈ വചനങ്ങളെ യേശു പറഞ്ഞ് തീർന്നപ്പോൾ പുരുഷാരം അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചത്. ഇവിടെ പറയുന്നു, ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവരുടെ ശാസ്ത്രിമാരെ പോലെ അല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് സംസാരിച്ചത്. ഇവിടെ നാം ഈ ഭാഗം കാണാൻ കഴിയുന്നത് യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന സമയം അവൻ കൂടി വന്ന ആ ജനത്തോട് ഉപദേശം നൽകിയതിന് ശേഷം അവസാന സമയം അവർ രണ്ട് വ്യക്തികളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുകയാണ്. രണ്ട് വ്യക്തികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ പറയുന്ന കാര്യമാണ് നമുക്ക് വായിച്ചു കേട്ടത്. അതായത് രണ്ട് വ്യക്തികൾ, ആ രണ്ട് വ്യക്തികളെ കുറിച്ച് കാണാൻ കഴിയുന്നത്, ഒന്ന് വചനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്താണ് പറയുന്നത്? എല്ലാവരും ശ്രദ്ധിക്കണം. അതെ, വചനം എങ്ങനെ വായിച്ചത്? 24-ാം വാക്യം. ഒന്നാമത്തെ വ്യക്തി വചനം കേട്ട്, രണ്ടാമത്തെ വ്യക്തിയും വചനം കേട്ട്. 24-ഉം 26-ഉം വാക്യങ്ങൾ ഇല്ലയോ? രണ്ടുപേരും വചനം കേട്ടവരാണ്. അങ്ങനെയല്ലേ വായിക്കുന്നേ? വചനം കേട്ട് അനുസരിക്കുന്നവർ, വചനം കേട്ട് അനുസരിക്കാത്തവർ, രണ്ട് വ്യക്തികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവർ രണ്ടുപേരും വചനം കേട്ടതാണ്. ഇവിടെ വചനത്തെക്കുറിച്ച് വളരെ ആധികാരികമായി പറയുന്നുണ്ട്. അതായത് കേട്ട വചനം അത് അനുസരിച്ച ഒരു വ്യക്തി, കേട്ട വചനം അത് അനുസരിക്കാത്ത ഒരു വ്യക്തി, അവരെക്കുറിച്ച് കേട്ട വചനം അനുസരിച്ച വ്യക്തിയെക്കുറിച്ച് പറയുന്നത് അവൻ എന്താണ്? ബുദ്ധിമാനാണ്. അനുസരിച്ച വ്യക്തി ബുദ്ധിമാനാണ്. അനുസരിക്കാത്ത വ്യക്തി ബുദ്ധിമാനാണെന്ന് പറയുന്നില്ല. അവിടെ 24-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. എന്താണ് അവരെക്കുറിച്ച് പറയുന്നത്? 26-ാം വാക്യം. 26-ാം, ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത് മനുഷ്യരോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദി പൊങ്ങി, കാറ്റ് അതിന്മേൽ അടിച്ചു, വീട്ടിന്മേൽ അലച്ചു, അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. അത് കേട്ട് അനുസരിച്ച വ്യക്തിക്ക് അത് ബുദ്ധിമാനായിരുന്നു. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? പാറമേൽ അടിസ്ഥാനം വിട്ടു. ബുദ്ധിയുള്ളവർക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അവൻ പാറമേൽ അടിസ്ഥാനം വിട്ടു. കേട്ട് വ്യതിചലിച്ചു പോയവൻ എന്ത് ചെയ്തു? മണൽമേൽ വീട് പണിതു. അതെന്ത് ചെയ്തു? കാറ്റടിച്ചു, വീണുപോയി. അതിൻ്റെ വീഴ്ച എന്തായിരുന്നു? വലിയതായിരുന്നു. ആ ഒരു വീഴ്ച എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് കരകയറി വരാൻ പറ്റാത്ത തരത്തിൽ അവൻ വീണുപോയി. അതുകൊണ്ടാണ് പറയുന്നത്, വചനം നാം ദൈവസന്നിധിയിൽ വന്ന് വചനം കേട്ട് അത് അനുസരിച്ച് അത് എന്ത് ചെയ്യണം? പ്രമാണിക്കണം. പ്രമാണിച്ചെങ്കിൽ മാത്രമേ അത് നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഇവിടെ കാറ്റടിക്കും. വചനം കേട്ടവരുടെ മേലും കാറ്റടിക്കും, വചനം കേട്ട് അനുസരിക്കാത്തവരുടെ മേലും കാറ്റടിക്കും. ഇല്ലയോ? രണ്ടുപേരുടെയും മേൽ കാറ്റടിച്ചു. വൻമഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു. എന്താ അവിടെ സംഭവിച്ചത്? വീണില്ല. വചനം കേട്ടവൻ എന്ത് ചെയ്തു? അത് പ്രമാണിച്ചവൻ വീണില്ല. ഇല്ലയോ? അതിൽ നിന്ന് ദൈവം അവരെ എന്ത് ചെയ്തു? വിടുവിച്ചു. അതാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എല്ലാം വരുമ്പോൾ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ നാം എന്ത് ചെയ്യണം? വചനത്തിൽ നിലനിൽക്കുന്നവരായിരിക്കണം, ദൈവസന്നിധിയിൽ നിലനിൽക്കുന്നവരായിരിക്കണം. എങ്കിൽ മാത്രമേ ആ വചനം കൊണ്ട് പ്രയോജനമുള്ളൂ. വചനം ദിനം പ്രതി നമ്മളെ വഴി നടത്തുന്നതാണ്. ഒരു വാക്യം കൂടെ വായിക്കാം. എബ്രായ ലേഖനം 1 പത്രോസ് 2-ന്റെ 1ഉം 2ഉം വാക്യങ്ങൾ. 1 പത്രോസ് 2-ന്റെ 1ഉം 2ഉം വാക്യങ്ങൾ. 1 പത്രോസ് 2-ന്റെ 1ഉം 2ഉം. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വഞ്ചിപ്പിൻ. ഇവിടെ പറഞ്ഞത് ഈ ദൈവവചനം കേട്ട് ജീവിതത്തിൽ ഒരു ആത്മീയ വളർച്ച പ്രാപിക്കണം. ദൈവവചനം കേട്ട് അങ്ങനെ ഇരുന്നാൽ പോരാ. ഇല്ലയോ? മതിയോ? നമ്മൾ രക്ഷിക്കപ്പെട്ടു, ദൈവവചനം നമ്മുടെ ഉള്ളിലേക്ക് ആയി.
ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യണം? ആ വചനത്തിന് ഒരു വളർച്ച ഉണ്ടാകണം, അല്ലെങ്കിൽ നമുക്കൊരു വളർച്ച ഉണ്ടാകണം. അങ്ങനെ ഇരുന്നാൽ പോരാ. വളർച്ച ഇല്ലാത്തവരെ പോലെ ആയിരിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യത്തില്ല. അതാണ് ഇവിടെ വായിച്ചത്. 2 പത്രോസ് 1-2 വാക്യം. ആകയാൽ സകല ദുഷ്ടതയും, പിന്നെന്തുവാ, എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണകളും നീക്കിക്കളയണം. ഇല്ലയോ? ദൈവവചനം നമ്മുടെ ഉള്ളിലായി കഴിഞ്ഞാൽ ഇതെല്ലാം മാറും. ആരുടെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടോ? ഉണ്ടില്ലയോ? എല്ലാവരും ജീവിതത്തിലുണ്ട്. അതിനു വേണ്ടിയാണ് നമ്മൾ ദൈവസന്നിധിയിൽ വരുന്നു, വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? വചനം കേൾക്കുന്നു, നമ്മൾ വീട്ടിലേക്ക് പോകുന്നു, പിന്നെ നമ്മുടെ പഴയ അവസ്ഥയിലേക്കാണ്. ആ വചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുന്നില്ല. എന്തെങ്കിലും ചെയ്യാൻ ചെയ്യുമ്പോൾ വചനം നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യണം? പറയും, നീ ഇന്നത് ചെയ്യല്ലേ, ഇന്നത് ചെയ്തില്ലേ. യഥാർത്ഥമായി ക്രിയ ചെയ്താൽ ആ വചനം നമ്മളെ നിലനിർത്തും. ആ വചനത്തിലൂടെ നമുക്ക് പോകാൻ സാധിക്കും. ഇവിടെ പറയുന്നു, ആ വചനം അനുസരിക്കാത്തവർ എന്തായിത്തീരും? അനുസരിച്ചിട്ടും അതിനെ ഫോളോ ചെയ്യാത്തവർ എന്തായിത്തീരും? അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടാവും? എന്തൊക്കെ ഉണ്ടാവുമെന്നാ പറഞ്ഞേ? സകല ദുഷ്ടതയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എല്ലാ ചതിയും, മറ്റുള്ളവരെ ചതിക്കും, ഇല്ലയോ? ചതിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആരെങ്കിലും? ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നാം വചനം നല്ലപോലെ വായിക്കണം കേട്ടോ. ഒന്നുകൂടെ ഇരുത്തി വചനത്തെക്കുറിച്ച് ആധികാരികമായി നാം വായിക്കണം. പിന്നെ വ്യാജഭാവം, ഇല്ലയോ? അതാ എല്ലാവർക്കും ഉണ്ടില്ലയോ? വ്യാജഭാവം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇല്ലാത്തതിനെ ഉള്ളതായി പൊക്കി പറയും. എനിക്ക് ഇന്നതുണ്ട്. ഒരുത്തനോട് കാണുമ്പോൾ ഇന്നതാ, എൻ്റെ അവസ്ഥയെല്ലാം അങ്ങ് പൊക്കി അങ്ങ് പറയും. പിന്നെ ഉള്ളവൻ എന്ത് ചെയ്യും? ഇല്ലാത്തവനെ പോലായിത്തീരും. അത് വ്യാജഭാവം, അല്ലയോ? ഉള്ളത് യഥാർത്ഥമായി നാം സംസാരിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇല്ലയോ? ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വചനം നമ്മൾ വായിക്കണം. വചനത്തെക്കുറിച്ചാണ് ആദ്യമായി ചിന്തിച്ചത്. വചനം എന്ത് ചെയ്യും? ഇങ്ങനെ വചനം ക്രിയ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇതെല്ലാം മാറുവാൻ ഇടയായിത്തീരും. പിന്നെ മൂന്നാമത്തെ എന്താ പറഞ്ഞേ? അസൂയ ഉണ്ടല്ലയോ? ഞാൻ കഴിഞ്ഞ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടപ്പോൾ ഒരു കൊച്ച് ആ കുഞ്ഞിൻ്റെ അനിയത്തിക്ക് ആഹാരം കൊടുത്തോണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും? കുറേ നേരം വാരി കൊടുത്തിട്ട് അവൾ തന്നെ കുറച്ച് വാരി തിന്നു വയ്ക്കുമ്പോൾ ഇത് നോക്കുമ്പോൾ ആ കൊച്ചു നോക്കുമ്പോൾ എൻ്റെ ആഹാരം എടുത്ത് തിന്നുക. ഉടനെ ഇത് അസൂയ തോന്നി, അത് തട്ടിപ്പറിച്ചു അത് തന്നെ വാരി തിന്ന് കുറേ നേരം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? അതങ്ങ് തിരിച്ചു കൊടുത്തു. അത് അത്രയേ ഉള്ളൂ അവരുടെ ജീവിതത്തിൽ. ഇത് അതിലും അസൂയ ഉണ്ടായി, ഇല്ലയോ? നമ്മുടെ ജീവിതത്തിലും അസൂയ ഉണ്ട്, ഇല്ലയോ? ഉണ്ട്. അതെല്ലാം നാം മാറ്റണം. പിന്നെ അടുത്ത എന്താ പറയുന്നത്? എല്ലാ നുണയും, ഇല്ലയോ? അതൊന്നും മാറ്റാൻ നമുക്ക് സാധിക്കുകയില്ല, ഇല്ലയോ? നുണ പറഞ്ഞേ ഒക്കത്തുള്ളൂ. ഈ നുണ പറയുന്ന ഈച്ചയെ പോലാണ്. ഈച്ച എന്ത് ചെയ്യും? ഇവിടെ ഇരിക്കുന്ന ഒരു സാധനത്തെ വന്ന് പറ്റിയിട്ട് അവിടെ അപ്പുറത്ത് കൊണ്ട് പറ്റിച്ചു വെക്കും, ഇല്ലയോ? അതേപോലെയാണ് നമ്മൾ, ഇല്ലയോ? നമ്മുടെ ചെറിയ കാര്യം ഇവിടെ ഇരിക്കുന്ന സാധനം കൊണ്ടുപോയി വേറെ ഒരാളടുത്ത് കൊടുക്കും. അത് അവർ അവിടുന്ന് അങ്ങനെ പോകും. ഞാനിപ്പോൾ സാർ ഇവിടെ ഇരിക്കുന്നു. ഈ സാറിൻ്റെ അടുത്ത് ഞാൻ ഒരു ചെവിയിലൊരു കാര്യം പറയാം, ഒരു സെൻറ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇരിക്കുന്ന വ്യക്തിയോടെ ഇങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് ചെല്ലുമ്പം ഞാൻ പറഞ്ഞ കാര്യമായിരിക്കത്തില്ല അത്. ആണോ? അതുപോലാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അല്പം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങ് പ്രചരിപ്പിക്കും. ഇതൊക്കെ എവിടുന്നാ വരുന്നേ? വചനം നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായി ക്രിയ ചെയ്യുന്നില്ല. ക്രിയ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നാം അതിനെയൊക്കെ അതൊന്ന് ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അല്ലെങ്കിൽ വിശ്വാസ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ്. നയിക്കുമ്പോൾ എന്ത് ചെയ്യും? എനിക്കതൊക്കെ ചെയ്തുകൂടാ, ഇന്നത് ചെയ്തുകൂടാ. വചനം നമ്മളെ ക്രിയ ചെയ്യും, നമ്മുടെ മനസ്സിൽ പറഞ്ഞു തരും. ഈ കാര്യങ്ങളെയൊക്കെ നാം എന്ത് ചെയ്യണം? നീക്കിക്കളയണം. പിന്നെ അടുത്ത ഒന്നുകൂടെ പറയുന്നുണ്ട്, അസൂയ, നുണ, പിന്നെന്തുവാ? എല്ലാ വ്യാജഭാവവും മാറ്റിയിട്ട് എന്ത് ചെയ്യണം? ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ, ഇല്ലയോ? നമ്മുടെ ജീവിതത്തിൽ ഇവിടെ എത്രയും പേര് നമ്മുടെ ജീവിതത്തിൽ കേട്ടു, ദൈവവചനം കേട്ടു, നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്തു. ഇനി എന്ത് ചെയ്യണം? അത് വളരണം. അത് ശിശു ആയിരുന്ന പോരാ. നമ്മൾ ശിശു ആയിരുന്നപ്പോൾ വചനമെന്ന മായമില്ലാത്ത പാൽ നമുക്ക് തന്നു. അത് എന്ത് ചെയ്യണം? ഒരു ശിശു ജനിച്ചു കഴിയുമ്പോൾ ആ പാലൊക്കെ കുടിച്ചിട്ട് ഇന്നും അതേപോലെ തന്നെ ഇരുന്നാൽ നമുക്ക് എന്ത് ചെയ്യും? അമ്മമാർക്കൊക്കെ ദുഃഖമായിരിക്കും, ഇല്ലയോ? ആണോ?
വളരുന്നില്ല, ഇല്ലയോ? ആ പാല് കുടിച്ചതിൻ്റെ അവസ്ഥയിൽ വളരുന്നില്ല. അപ്രകാരം വളർന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യൂ, അവന് വളർച്ചയുണ്ടെന്ന് പറയുകയുള്ളൂ, ഇല്ലയോ? ആ ശിശു അന്നും കുഞ്ഞായിരുന്ന എന്ത് ചെയ്യും? അവന് വളർച്ചയില്ല. അതിനെപ്പറ്റിയൊക്കെ താഴെ വാക്യങ്ങൾ പറയുന്നുണ്ട്. വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. അത് കുടിച്ച് നമ്മൾ എത്ര വർഷമായി? ശിശുക്കളെ പോലെ നമ്മൾ ജനിച്ചു വീഴുക എന്ന് പറഞ്ഞാൽ നാം വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വചനം നമ്മുടെ ഉള്ളിലായി, ഇല്ലയോ? വചനം എന്ന മായമില്ലാത്ത പാൽ നമ്മുടെ ഉള്ളിലായി. അതിനി എന്ത് ചെയ്യണം? അത് കുടിച്ച് വളരണം. കുടിക്കാൻ നാം എന്ത് ചെയ്യുന്നില്ല? സമയം കണ്ടെത്തുന്നില്ല. ഉണ്ടോ? ആരുടെ ജീവിതത്തിൽ കണ്ടെത്തുന്നുണ്ടോ? ദിവസം വചനം വായിക്കാൻ നാം സമയം കണ്ടെത്തുന്നുണ്ടോ? ഇല്ല. ഒരു ശിശു ആയിരിക്കും, നാം ശിശു ആയിരുന്നു. ഇപ്പോൾ ഒരു കാലത്ത് ദൈവം നമ്മെ വിളിച്ചു, വേർതിരിച്ചു, വചനത്തിൽ നിലനിർത്തി. നമ്മൾ ഇപ്പോഴും ശിശു ആയിരിക്കുകയാണ്. അത് പോരാ. ദൈവവചനം പറയുന്നത് വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. നമ്മളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി പറയാൻ പോവുകയാണ്. അടുത്ത 1 കോരിന്ത്യർ 3:1 മുതൽ ഒന്ന് വായിക്കാം. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെ അല്ല, ജഡീകന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല, പാൽ അത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. മതി. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകരോട് എന്ന പോലെ അല്ല, ജഡീകന്മാരോട് എന്ന പോലെ അത്രേ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ. ദൈവം നമ്മളെക്കുറിച്ച് ദുഃഖിക്കുകയാണ്. നമ്മളിപ്പോഴും ശിശുക്കളായിട്ട് ഇവിടെ ഇരിക്കുക. എന്താ? വളർച്ചയില്ല. വളർച്ച ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം മാറും, ഇല്ലയോ? മാറ്റം ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. മാറ്റമുണ്ടായി കഴിയുമ്പോൾ ആ വചനം അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും. അത് പിന്നെ പറയുന്നു, ഇവിടെ പറയുന്ന സംസാരിക്കുകയുള്ളൂ. ഭക്ഷണമല്ല, പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയാണ്, ഭക്ഷണമല്ല, പാലാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്, അത് ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് സമയമില്ലായിരുന്നു, ഇല്ലയോ? ഇവിടെ വന്നിരിക്കുക, ഇല്ലയോ? നമ്മുടെ ജീവിതത്തിൽ വചനം കയറിക്കഴിഞ്ഞു. അത് പിന്നെ വീണ്ടും നമുക്ക് ഭക്ഷിക്കാൻ സമയമില്ല, സമയം കണ്ടെത്തുന്നില്ല. അതെന്ത് ചെയ്യും? പിന്നെ ആ ശിശുവിനെ പോലെ ആ അവസ്ഥയിൽ തന്നെ ഇരിക്കും. അങ്ങനെ ഇരുന്നാൽ പോരാ. ബാക്കി കാര്യങ്ങൾ താഴോട്ട് പറയുന്നുണ്ട്. അത് പറയുമ്പോൾ മനസ്സിലാക്കും എന്താണെന്ന്. നിങ്ങൾക്ക് കഴിക്കുവാൻ കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടുമില്ല. ഉണ്ടോ? ഇപ്പോഴും നിങ്ങൾ വചനം വായിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, വചനത്തെ അനുസരിച്ച് ക്രിയ ചെയ്യുന്നില്ല. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. ഇവിടുന്ന് വചനം കേട്ട് കടന്നു പോവുകയാണ്, അത് നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നില്ല. പിന്നെ പറയുന്നു, ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. ഇങ്ങനെ ഇരിക്കുന്നവരെ പറയുന്നത് എന്താണത്? വചനത്തിൽ വളരാത്തവരെ കുറിച്ച് പറയുന്നത് ജഡീകന്മാരെ പോലെ അല്ലയോ? നിങ്ങളുടെ ഇടയിൽ, അങ്ങനെയുള്ളവരുടെ ഇടയിൽ എന്ത് ചെയ്യും? ഈർഷ്യയും പിണക്കവും ഉണ്ടാവും, ഇല്ലയോ? ഇങ്ങനെ വചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നില്ലെങ്കിൽ, അതനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈർഷ്യ ഉണ്ടാവും, പിണക്കം ഉണ്ടാകും. അതാണ്, നിങ്ങൾ ഇപ്പോഴും ശിശുക്കളാണ്. ജോഷിനോടും അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേർ അവരോട് അടുത്തുള്ള ഒരു കുട്ടിയോട് അടുത്ത് ചെന്നിട്ട് നുള്ളും, പിച്ചിട്ട് ഓടി വന്ന് പറയും. എന്തോ പറയും? ജോഷ് എന്നെ ഞുള്ളി എന്ന് അടുത്തുള്ള പറയും. നമുക്ക് ഇച്ചിരി മുതിർന്ന വ്യക്തിക്ക് അത് പറയാൻ ഒക്കുമോ? ആ മമ്മി എന്ന് സിലിച്ചേച്ചിയോട് പറയാൻ പറ്റുമോ? എന്നെ നുള്ളിയെന്ന് പറയാൻ പറ്റുമോ? എന്താ? പക്വതയില്ല. പക്വത പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ വചനം എന്ത് ചെയ്യണം? ദിനം പ്രതി കുടിച്ചുകൊണ്ടിരിക്കണം. കുടിച്ചു കഴിയുമ്പോൾ അത് നമ്മൾ വളർന്നു കഴിയുമ്പോൾ പക്വത ഇല്ലാത്തവരെ പോലെയല്ല, നമുക്ക് പക്വത ഉണ്ടാകും. എവിടേക്ക് നമുക്ക് കടന്നു പോകണമെന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാകും. അത് തിരിച്ചറിവില്ലാത്ത എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതത്തിൽ വചനമില്ല. വചനമാണ് നമ്മളെ നിലനിർത്തുന്നത്, ഇല്ലയോ? വചനം എന്താണ്? ഇരു വയറ്റിലെയുള്ള
വാള് പോലെയാണ്. അതുകൊണ്ട് വചനം ഡെയിലി നമ്മൾ വായിക്കണം, അതനുസരിച്ച് വളരണം. എങ്കിൽ മാത്രമേ നമുക്ക് അസൂയ, നുണ, പിണക്കം, ഈർഷ്യ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റി നിർത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അത് വചനം വായിക്കുന്നില്ലെങ്കിൽ പിശാച് നമ്മുടെ ഉള്ളിലേക്ക് കയറും, ഇല്ലയോ? വചനം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? പിശാച് കയറും. പിശാച് കയറിയിട്ട് എന്ത് ചെയ്യും? നമ്മളെ വഴിതെറ്റിക്കും. ആദ്യമായിട്ട് വഴിതെറ്റിക്കുന്നത് എങ്ങനെയാ? ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്തുവാ? ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇത് മൂന്ന് നമ്മുടെ ജീവിതത്തിൽ വരും. എന്താ? വചനം നമ്മുടെ ഇല്ലേ? ജഡമോഹം എന്ന് പറഞ്ഞാൽ എന്തുവാ? ജഡത്തിന്, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള അത് കൊള്ളാം, അത് ഇന്നത് കൊള്ളാമെന്ന് പറഞ്ഞു പിശാച് നമ്മളെ കൊണ്ടുപോകും. ഈ റോഡിൽ കൂടെ കൊണ്ടുപോകും, ഇല്ലയോ? അത് കൊള്ളാം, അവിടെ അടുത്ത് കയറും, ഇല്ലയോ? ആഹാരത്തിന് വേണ്ടിയുള്ള ജഡത്തിന് വേണ്ടി. യേശു ക്രിസ്തുവിനെ പരീക്ഷിച്ച അങ്ങനെ, ഇല്ലയോ? മലമോളിൽ കൊണ്ടുപോയിട്ട് ജഡമോഹം, ആദ്യത്തെ ജഡമോഹം എന്തുവാ? അതെന്തുവായിരുന്നു? ഭക്ഷണം. ഈ കല്ല് എന്തു ചെയ്താ? അപ്പമായി തീരാൻ പറഞ്ഞു. അത് ജഡമോഹം. പിന്നെ കൺമോഹം എന്തുവാ? ഈ കാണുന്നതെല്ലാം നിനക്ക് എഴുതിത്തരാം, ഇല്ലയോ? എന്നെ വീഴ. അതാ നമ്മുടെ കൺമോഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഈ പിശാച് നമ്മുടെ ജീവിതത്തിൽ കയറിയ കൺമോഹം അതെന്താണ്? അത് കൊള്ളാം, ഭംഗിയുള്ളതാ, അല്ലയോ? പിന്നെ ഒരു മൊബൈൽ എടുത്ത് വെച്ചിട്ടോ ഇത് കൊള്ളാം. അങ്ങനെ നമ്മൾ അഡിക്റ്റായി പോകും. അഡിക്റ്റായി പോകുമ്പോൾ എന്ത് ചെയ്യും? അതിലേക്ക് മാറിപ്പോകും. പിന്നെ ജീവനത്തിൻ്റെ പ്രതാപം അതെന്തുവാ? ജീവിക്കാൻ വേണ്ടി നമ്മുടെ അധികാരത്തിന് വേണ്ടിയുള്ള നിനക്ക് ഈ കാണുന്നതെല്ലാം നിനക്ക് തരാം, എന്നെ വീണ് നമസ്കരിച്ചാൽ മതി. അധികാരം. ഇന്ന് നമ്മുടെ ക്രിസ്തീയ കോളത്തിൽ അധികാരത്തിന് വേണ്ടി വടം വലിക്കുന്നവരാണ് കൂടുതലുള്ളത്, ഇല്ലയോ? ജഡമോഹമുണ്ട്, ഇല്ലയോ? കൺമോഹമുണ്ട്, ജീവനത്തിൻ്റെ പ്രതാപമുണ്ട്. ഇതെല്ലാം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വളരാൻ കാരണം എന്തുവാ? വചനം ഉള്ളിൽ ക്രിയ ചെയ്യുന്നില്ല. യഥാർത്ഥമായി വചനം ഉള്ളിൽ ക്രിയ ചെയ്യുന്നുവെങ്കിൽ നമ്മളിൽ നിന്ന് ഇതെല്ലാം മാറിപ്പോവാൻ ഇടയായിത്തീരും. ആത്മീയ ജീവിതത്തിന് ദൈവവചനം അടിസ്ഥാനം വളരെ ആവശ്യമാണ്. കാരണം വക്രതയും കോട്ടവും നിറഞ്ഞ ഈ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് വചനത്തിൽ ഊന്നി നാം നിൽക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. വളർച്ച പ്രാപിച്ച് ഒരു കുഞ്ഞ് അവരുടെ വളർച്ച ഘട്ടത്തിൽ 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 മാസം ആകുമ്പോൾ ഇത്ര വളരണം, അത് കഴിയുമ്പോൾ 6 മാസം ആകുമ്പോൾ ഇത്ര വളരണം. ഇങ്ങനെ ഒരു ചിന്ത അമ്മമാർക്കുണ്ട്, ഇല്ലയോ? വളർന്നില്ല എങ്കിൽ എന്ത് ചെയ്യും? ആ കുഞ്ഞിനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി, എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് ഡോക്ടർ എന്ത് ചെയ്യും? അതിന് വല്ല ആൻറ്റിബയോട്ടിക്കോ പനി ബാധിക്കുന്ന കുട്ടിയായാലും ആൻറ്റിബയോട്ടിക്കോ എന്തെങ്കിലും എഴുതി തരും. ആ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? അത് ശ്രദ്ധിച്ച് നമ്മൾ മരുന്നൊക്കെ കൊടുത്ത് അത് ഫോളോ ചെയ്ത് കൊണ്ടുപോകും, ആ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായത്. ഇതേപോലെയാണ് ആത്മീയ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും കോട്ടങ്ങൾ സംഭവിച്ചാൽ എന്തു ചെയ്യും? ഈ വചനം നമ്മളെ ഉള്ളിലുണ്ടെങ്കിൽ എന്തു ചെയ്യും? അത് പറഞ്ഞു മനസ്സിലാക്കി തരും, ക്രിയ ചെയ്തെങ്കിൽ എന്തു ചെയ്യും? ഇന്നത് ചെയ്യുക, നിൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് ഇന്നടത്ത് പോകല്ലേ, ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരും. ഈ കുഞ്ഞിന് ഡോക്ടർ ആൻറ്റിബയോട്ടിക് എഴുതി കൊടുത്തപ്പോൾ അത് ഫോളോ ചെയ്തില്ലേ എന്ത് ചെയ്യും? ആ കുഞ്ഞിന് പനി ബാധിച്ച് കൂടുതലായി തീരും എന്ന് പറയുന്ന പോലെ അത് ഫോളോ ചെയ്താൽ അതിൽ നിന്നെല്ലാം മാറ്റം ഉണ്ടാകും. അതുപോലാണ് ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്തു കഴിഞ്ഞാൽ ഇന്നത് കൂടെ നീ നടക്കുക, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാവിയുടെ വഴി നിൽക്കാതെ ഇരിക്കാതെ നിന്നാൽ എന്ത് ചെയ്യും? ഇരുന്നാൽ എന്ത് ചെയ്യും? പിന്നെ അവിടെ നിന്ന് വിട്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ദുഷ്ടൻ്റെ പ്രവൃത്തി മാറണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ വചനം ആധികാരികമായി പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. ഒരു വാക്യോടെ വായിക്കാം. എബ്രായർ 5:11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. 11 മുതൽ. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ കുറവാനുണ്ട് എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവൻ എല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയ ജയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്ക് പറ്റുകയുള്ളൂ. ഇവിടെ പത്രോസ് പറയുക, ഹീബ്രു ഇതിൽ പറയുകയാണ്, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നിരിക്കുന്നു.
അതായത് നമ്മളെ വചനം ഒന്നും കേൾക്കുന്നില്ല, മാന്യമുള്ളവരായി തീർന്നിരിക്കുന്നു. തെളിയിച്ചു തരുവാൻ വിഷമം. കാലം വെച്ച് നോക്കിയാൽ എന്താണ്? കാലം വെച്ച് നോക്കിയാൽ ഇപ്പോൾ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ട ഇണ്ടുന്ന നിങ്ങളുടെ കാലം കഴിഞ്ഞു. അതായത് കാലം വെച്ച് നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ നിങ്ങൾക്ക് ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായ. ഇവിടെ നമ്മൾ നോക്കിയാണേ, ഇവിടെ ഇരിക്കുന്നവര് മിക്കവാറും ഉള്ളവരൊക്കെ 5 വർഷമായി 10 വർഷമായി, ഞാൻ വിശ്വാസത്തിലേക്ക് വന്നിട്ട് 10 വർഷമായി അല്ലെങ്കിൽ 20 വർഷമായി 50 വർഷമായി, ഇങ്ങനെയുള്ളവർ പലരും ഉണ്ട്. കാലം വെച്ച് നോക്കിയാൽ നമ്മളെല്ലാം എന്ത് ചെയ്യണം? ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട സമയം കഴിഞ്ഞു. അത് ആവാത്ത എന്തുകൊണ്ടാണ്? ഇപ്പോഴും നമ്മൾ പാല് കുടിച്ചുകൊണ്ടിരിക്കുക, ശിശുക്കളാണ്, ഇല്ലയോ? അതല്ലേ വചനം പറയുന്നേ? ശിശുക്കളായിരിക്കേണ്ട സമയം കഴിഞ്ഞു, ഇനി ശിശുക്കളല്ല. ഇപ്പോൾ ആരെങ്കിലും ദൈവവചനം കേട്ട് വിശ്വാസത്തിലേക്ക് വന്നവർ ശിശുക്കളാണ്, അവർക്ക് പാല് കുടിക്കണം, വചനം എന്ന മായമില്ലാതെ പാല് കുടിക്കണം. ഇനി നമ്മൾ 10-20 വർഷമായവരും 25 വർഷമായവരും എല്ലാം ഇപ്പോഴും പാല് കുടിച്ചുകൊണ്ടിരുന്നാൽ അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ. കർത്താവ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ തന്നെ ഇരിക്കും, അങ്ങോട്ട് പോകത്തില്ല. അതുകൊണ്ട് നാം വളരണം. ഒരു ചെടി വളരുമ്പോൾ അതിൻ്റെ ആ ഇതെല്ലാം വെട്ടിക്കളഞ്ഞ് നാം അതിനെ ശുശ്രൂഷിക്കും എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളോ തെറ്റുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നാം മാറ്റിക്കളഞ്ഞ് അത് വളരുവാൻ ജീവിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? ശിശുക്കളായിരിക്കുമ്പോൾ എന്ത് ചെയ്യും? അവൻ എന്നെ ഞുള്ളി, അവൻ എന്നെ ഇടിച്ചു, ഇങ്ങനെയൊക്കെ പറയും. നാം വചനത്തിൽ നമ്മൾ ഇവിടെ പറയുന്നു 5:11 കാലം വെച്ച് നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട നിങ്ങൾ ദൈവജന അല്ലപ്പാടുകളുടെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. ഇവിടെ വീണ്ടും പറയുകയാണ്, അന്ന് നിങ്ങൾ ജനിച്ചു, ഇനിയും നിങ്ങൾക്ക് കട്ടിയായുള്ള ആഹാരമൊന്നും അല്ല വേണ്ടിയത്, പാല് മാത്രമാണ് വേണ്ടിയത്. എന്തുകൊണ്ടാണ്? അത് വളരുന്നില്ല. അതുകൊണ്ട് വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് പാലത്രേ വേണ്ടത്. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിജ്ഞാനമില്ലാത്തവനത്രേ. ഇപ്പം നമ്മളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ 20 വർഷമായി 30 വർഷമായി പാലൊക്കെ കുടിച്ചിരിക്കുക. അവരെക്കുറിച്ച് പറയുകയാണ്. എന്താണ് പറയുന്നത്? നീതിയുടെ വചനത്തിൽ നമ്മളെന്ത് എന്തുവാ? നീതിയുടെ വചനത്തിൽ പരിജ്ഞാനമില്ലാത്തവനത്രേ. നമുക്ക് പരിജ്ഞാനമില്ലെന്നാണ് പറയുന്നത്. അത് പറയാതിരിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? വചനത്തിൽ നിലനിൽക്കണം, അല്ലെങ്കിൽ വചനം വായിക്കണം, വചനത്തിന് നമ്മൾ ക്രിയ ചെയ്യണം. പിന്നെ പറയുന്നു, അവൻ ശിശുവല്ലോ, കട്ടിയുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിക്കുക. നമ്മൾ കട്ടിയുള്ള ആഹാരം ഇനി കഴിച്ചെങ്കിൽ മാത്രമേ നന്മ തിന്മകൾ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. നന്മ തിന്മകൾ തിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ജീവിതത്തിൽ കുറ്റങ്ങളെ, കുറവുകളെ, അല്ലെങ്കിൽ പിണക്കം, മറ്റുള്ളവർ വിശ്വാസികളോട് അടുത്തിരിക്കുന്നവരോട് മിണ്ടുന്നില്ല, സഹോദരനോട് മിണ്ടുന്നില്ല, നമ്മുടെ മറ്റുള്ളവർ ആരോടും പിണക്കം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? വചനമില്ലാത്തത് കൊണ്ടാണ്. അതാ ഇവിടെ വളരെ പറയുന്നത്, കട്ടിയുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയജനമുള്ളവരായ പ്രായം തികഞ്ഞവരത്രേ പറ്റുള്ളൂ. പ്രായം തികയണം, ഇല്ലയോ? ഈ വചനമൊക്കെ നമ്മൾ വായിക്കണം. വളരെ വിശദമായിട്ട് ഇരുത്തി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇത് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. നമ്മൾ ആ ജനിച്ച അവസ്ഥയിൽ തന്നെ നമ്മൾ ഇരിക്കുകയാണ്. നമ്മൾ വിശ്വാസികൾ എന്ന് പറയുന്നു, 50 വർഷമായി 25 വർഷമായി വിശ്വാസ ജീവിതത്തിൽ വന്നെന്ന് പറയുന്നു. അവരെന്ത് ചെയ്യുന്നു? ഈ ഇരിപ്പ് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്നാൽ പോരാ, ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യണം. ക്രിയ ചെയ്തെങ്കിൽ മാത്രമേ അതനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഒരു വാക്യോടെ വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 3:14-18. യാക്കോബ് 3:14. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ഷാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും കോഷ്ക്ക് പറയുകയും വരും. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവും ആയതത്രേ.
ഈർഷ്യയും ശാഠ്യവും ഉള്ളയിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയും ഉണ്ട്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണവുമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച നീതി എന്ന ഫലം കൊയ്യും. ഇവിടെ പറഞ്ഞത് ഈർഷ്യയും ശാഠ്യവും ഇതെല്ലാം എവിടുന്നാണ് വരുന്നത്? എവിടുന്നാണ് വരുന്നത്? ഈ ലോകത്തിൽ നിന്നാണ് വരുന്നത്, ഉയരത്തിൽ നിന്നല്ല. നമ്മൾ വചനം വായിച്ച് വചനത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ആ ഉയരത്തിൽ നിന്ന് വരുന്ന അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ ഈർഷ്യ, ശാഠ്യം, പിണക്കം മറ്റെല്ലാം വരുന്നത് എവിടുന്ന? ഈ ലോകത്തിൽ നിന്നാണ് വളരെ വ്യക്തമായിട്ട് വചനം പറയുന്നു. അതുകൊണ്ട് ഈ പിണക്കവും ശാഠ്യവും ഇതെല്ലാം മാറണമെങ്കിൽ നാം എന്ത് ചെയ്യണം? വചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യണം. യഥാർത്ഥമായി വചനം നാം വായിക്കണം. അതാണ് യോഹന്നാന്റെ സുവിശേഷം 1:1 ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനമാണ് നാം വായിക്കേണ്ടത്. അല്ലാതെ മറ്റുള്ളവരുടെ പ്രസംഗം പോയി കേട്ടിട്ട് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അങ്ങനെ പോവുകയില്ല. വചനത്തിന് നാം ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. ഇവിടെ ഒരു ക്രൂസൈഡ് നടക്കുമ്പോൾ നമ്മൾ ഓടി എല്ലാവരും പോകില്ലയോ? അതൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. നാം വചനത്തിന് പ്രാധാന്യം കൊടുക്കണം. വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വചനം നമ്മളെ ജീവിപ്പിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശിശുവായിരിക്കുമ്പോൾ ശിശുവിന് അതിൻ്റെതായ ആഹാരം കിട്ടും. നാം ഇപ്പോൾ ശിശുവല്ല, ശിശു ആയിരുന്നു ഒരു കാലത്ത്. അവിടെ നിന്ന് ദൈവം നമ്മളെ വിളിച്ചു, വേർതിരിച്ചു, നമുക്ക് ആവശ്യമുള്ള വചനം നമ്മുടെ ജീവിതത്തിൽ നൽകി. ആ വചനത്തിൽ നാം നിലനിൽക്കണം. അതാണ് നമ്മളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യണം. അതാണ് അഭ്യസിക്കുക, പ്രാക്ടീസ് ചെയ്യണം. എന്താ? വചനം നമ്മുടെ ജീവിതത്തിൽ അഭ്യസിക്കണം. എന്നാൽ മാത്രമേ ദിനംപ്രതി നമ്മുടെ ജീവിതത്തിൽ വായിക്കണം. എന്നാൽ മാത്രമേ അതനുസരിച്ച് നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത്രേ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. എന്താണ്? വചനം വായിക്കുക, വചനം വായിച്ച് അതിൽ തന്നെ ക്രിയ ചെയ്യുക. ഞങ്ങൾ ആരെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് പ്രസംഗിച്ചിട്ട് പോകുമ്പോൾ അതിന് മാർക്കിടുന്ന ഒരു രീതിയല്ല വേണ്ടത്. അത് എന്നോടാണ് സംസാരിക്കുന്നത്. ആ വചനം എന്നിലാണ് വന്നിരിക്കുന്നത്. എന്നിൽ കുത്തുകൊള്ളണം. ഇല്ലേ? വചനം കുത്തുകൊള്ളും, ഇല്ലയോ? അല്ലാതെ മാറിയിരുന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു പോവല്ല. വചനം സംസാരിക്കുമ്പോൾ അവർക്ക് ആവശ്യമായത് കിട്ടും. ആ വചനം നമ്മുടെ ഉള്ളിൽ സംഹരിച്ചു കൊണ്ട് നാം പോയി അതിൽ ഒന്നുകൂടെ ആഴമായി ചിന്തിച്ച് മുന്നോട്ട് പോകുന്നെങ്കിൽ ഈ പിണക്കം, ഈർഷ്യ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തു ചെയ്യും? അത് നമ്മളെ ഡയറക്റ്റ് ചെയ്ത് വിടും. ഇന്നത് ചെയ്യല്ലേ. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മളിവിടെ ആയിരിക്കുമ്പോൾ ശിശുക്കളെ പോലെ ആയിരിക്കുകയല്ല. വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ചു, ഇനിയും നമ്മൾ പാൽ കുടിക്കേണ്ട കാര്യമില്ല. ഇനി കട്ടിയുള്ള ആഹാരം കഴിക്കണം. കട്ടിയുള്ള ആഹാരം കഴിക്കുമ്പോൾ എന്തായിത്തീരും? നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവുണ്ടാവും, പക്വത ഉണ്ടാകുമ്പോൾ എന്തു ചെയ്യും? ആ മണലിന്മേൽ വീട് പണിതവനെ പോലെ ആയിത്തീരുമോ? ഇല്ല. പാറമേൽ ബുദ്ധിയുള്ളവനെ പോലെ ആയിത്തീരും. പക്വത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നന്മ തിന്മകളെ കുറിച്ച് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. അത് ഇല്ലാത്തത് കൊണ്ടാണ് നാം മറ്റുള്ളവരെ പോലെ അന്യരോടെ അല്ലെങ്കിൽ പിണക്കം, ചതി ഇങ്ങനെയുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ നമുക്ക് വചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുക, വചനത്തിന് വേണ്ടി ജീവിക്കുക. വചനം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.